ഒക്കെ പോട്ടെ, 1,00,000 പേര് 142 രൂപ കൊടുത്ത് നമ്മുടെ ഒരു ഹെർബൽ പേസ്റ്റ് ഉണ്ടല്ലോ, അത് മേടിച്ച് സ്വന്തം തേച്ചാൽ എൻ്റെ കച്ചവടം 1,42,00,000. നമ്മുടെ ഹെയർ ഓയിൽ അതിനെന്താ DP 335 രൂപ മുടക്കി 1,00,000 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരു ഹെയർ ഓയിൽ മേടിച്ച് സ്വന്തം തേച്ച് കുളിച്ചാൽ എൻ്റെ കച്ചവടം 3,35,00,000. അപ്പോൾ 1,00,000 പേര് 95 മേടിച്ചാലത്തെ കഥ പറയണ്ടല്ലോ. 1,00,000 ആളുകൾ ഒരു സോപ്പ് മേടിച്ച് തേച്ചാൽ എൻ്റെ കച്ചവടം 75,00,000. എൻ്റെ ടീമിൽ വിറ്റുപോകുന്ന അല്ലെങ്കിൽ എൻ്റെ ഐഡിക്ക് താഴെ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ 25 പൈസ എനിക്ക് കിട്ടിയാൽ എനിക്ക് ഇന്ന് മാസം ഒരു 25 ലക്ഷം കിട്ടും. ഇതിനകത്ത് ഒരു റോക്കറ്റ് സയൻസും ഇല്ല. ആമസോണിൽ നടക്കുന്നത് കച്ചവടമാണെങ്കിൽ, ഫ്ലിപ്കാർട്ടിൽ നടക്കുന്ന കച്ചവടമാണെങ്കിൽ, MI ലൈസൻസ് ആപ്പിൽ നടക്കുന്നത് കച്ചവടമാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും 100 രൂപയുടെ സാധനം 80 രൂപയ്ക്ക് മേടിച്ച് സ്വന്തം ഉപയോഗിക്കാം, വീട്ടിലിരിക്കാം. ഹലോ, അത് MIന്റെ ആപ്പ് വഴിയാണ് മേടിക്കുന്നെങ്കിൽ അത് മേടിക്കുകയും ചെയ്യാം, ഉപയോഗിക്കുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം, വിൽപ്പിക്കുകയും ചെയ്യാം. അത്രേ ഉള്ളൂ. ഇത് കച്ചവടമാണ്. കാലം മാറി, കാലഘട്ടം മാറി. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി വരാൻ പോകുന്ന കാലഘട്ടം, നിങ്ങളുടെ വീട്ടിൽ പോലും ഇന്ന് നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പലതും ആപ്പിൽ നിന്നാണ് മേടിക്കുന്നതാണോ അല്ലയോ? ഇപ്പൊ ഷോപ്പിലാണോ കച്ചവടം, ആപ്പിലാണോ കച്ചവടം? അല്ലേ? ഇത് 10 കൊല്ലം മുമ്പ് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബെൻസിലും BM-ലും കടക്കുന്നത്. ഇത് ഇന്നേലും മനസ്സിലായിക്കൊള്ളു. കുറെ ആളുകൾ പറയും ഇത് ആളെ ചേർക്കലല്ലേ, നെറ്റ്വർക്ക് അല്ലേ, ഇത് ചങ്ങലയല്ലേ. ഇവിടെ ചങ്ങല കിടന്ന ഭ്രാന്തുണ്ട്, ഒന്നുമില്ല. ഇവിടെ ആളെ ചേർക്കലുമില്ല, ആളെ പിടിക്കലുമില്ല. ആളെ ചേർക്കുന്നതിന് കാശും കിട്ടൂല. ഇവിടെ കച്ചവടം നടന്ന കാശ് കിട്ടും, ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആണ്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്നറിയോ? ഇനി ഈ ബിസിനസ് നിങ്ങൾ മാക്സിമം തുടങ്ങിയെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ചെയ്തത് എന്താ? കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം കുറച്ച് ഇവിടുന്ന് മേടിച്ച്, ഇനി സ്വന്തം ഉപയോഗിച്ചാലും ലാഭമുള്ളൂ. ഇനി മാക്സിമം സംഭവിക്കാൻ പോകുന്നത് എന്താ? ഒന്നും കിട്ടിയില്ല എന്ന് വരും, എന്നാലും നഷ്ടമുണ്ടോ? ഞാൻ പറയും, ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, ഒന്നും കിട്ടിയില്ല, ഒന്നും പോകാനില്ല. ഇങ്ങനെ ഒരു ബിസിനസ് ലോകത്ത് എവിടെയും ഉണ്ടോ? ഒന്നും കിട്ടിയില്ലേലും ഒന്നും പോകില്ല. ലോട്ടറി എടുത്താൽ പോലും 500 പോകും, അത് ഉറപ്പാ. അടിച്ചില്ലെങ്കിൽ 500 പോയില്ലേ? ഇവിടെ അതുപോലും ഇല്ല. സ്വന്തം ഉപയോഗിച്ചാലും 5000 രൂപ കൊടുത്താൽ 8000 രൂപയുടെ സാധനം കിട്ടും, അല്ലെങ്കിൽ 7000 കിട്ടും, ഡിപ്പെൻസ്. ഉപയോഗിച്ചാൽ ലാഭമുള്ളൂ. ഇനി ഇത് ചെയ്യാതിരുന്നിട്ട് വല്ല ലാഭമുണ്ടോ? ഉണ്ടോ? മൈ ലൈഫിൽ ചെയ്യുന്നില്ല തീരുമാനിച്ചു, എന്താ ലാഭമുണ്ടോ? ഇവിടുന്ന് മേടിക്കേണ്ട സാധനം നെക്സ്റ്റ് പോയി മേടിക്കൂ, വേറെന്താണ്? അപ്പൊ ചെയ്താൽ ഒരു നഷ്ടവും ഇല്ല, ചെയ്യാതിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു ലാഭം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നല്ലോ. സലീം കുമാർ പറഞ്ഞാരി അഥവാ കൊടുക്കുന്നുണ്ടെങ്കിലോ, മനസ്സിലായോ? സോ ഡിയർ ഫ്രണ്ട്സ്, ഇത് ഒരു വലിയ അവസരമാണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ഷനിലെ കമ്പനി, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ഷനിലെ കമ്പനി അടുത്ത 5 വർഷം കൊണ്ട് ലോകത്ത് നമ്പർ 1 ആകുമെന്ന് തീരുമാനിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി, ആകുമെന്ന് ഉറപ്പുള്ള ഒരു കമ്പനി. അതാണ് MI ലൈഫ്സ്റ്റൈൽ. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റ്, ഇത്ര വിഷണറി ആയിട്ടുള്ള മാനേജ്മെന്റ്, ഇത്ര ശക്തമായിട്ടുള്ള R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, സ്വന്തമായിട്ട് ബ്രാൻഡുകൾ, പ്രോഡക്റ്റുകൾ പറയാനില്ല. ഞാൻ തുടങ്ങുമ്പോൾ വെറും 2 ബ്രാൻഡും 14 പ്രോഡക്റ്റും. ഇന്ന് 6 ബ്രാൻഡും 100 കണക്കിന് പ്രോഡക്റ്റ്. ഇപ്പൊ ഇതാ 7ാമത്തെ ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി മുതൽ വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ മാസം പുതിയൊരു ബ്രാൻഡ് വന്നു, ഹലോ. അപ്പൊ അത് വന്നപ്പോ അതിന്റെ സ്പെല്ലിംഗ് വന്നിരിക്കുന്ന HLO. എൻ്റെ ഒരു ലീഡർ എന്നെ വിളിച്ചു, സാറ് പുതിയൊരു സാധനം വന്നിട്ടുണ്ടോ, ഹോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ചെങ്ങായി, അത് പുതിയ ബ്രാൻഡാണ്, ഹലോ.